താലി. രചനാവതരണം നന്ദു അച്ചുകൃഷ്ണ. നിവിയുടെ മുന്നിലിരിക്കുമ്പോൾ അവളുടെ ഉള്ളിൽ അതുവരെ ഇല്ലാതിരുന്ന വെപ്രാളമായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ അവനോട് ചോദിച്ചറിയണമെന്നുണ്ട്. പക്ഷെ തന്റെ ഏതെങ്കിലും ഒരു ചോദ്യം ഇനിയും അവനെ വിഷമിപ്പിക്കുമോ എന്നുള്ള ആശങ്കയിൽ പലതും തൊണ്ടക്കുഴിയിൽ വന്ന് കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അത് മനസ്സിലാക്കിയെന്ന പോലെ നിവി അവളെ കട്ടിൽ നിന്നും പഴിയെ താഴേക്കിറക്കി. നമുക്ക് കോറിഡോറിലൂടെ നടന്നാലോ? ഹോസ്പിറ്റലിന്റെ മുന്നിൽ നല്ലൊരു ഗാർഡൻ ഉണ്ട്. രാത്രി അവിടെ നല്ല ഭംഗിയാണ്. സമ്മതം എന്ന പോലെ ഒരു മൂളൽ അവളിൽ നിന്നും കേട്ടതും അവനൊന്ന് പുഞ്ചിരിച്ചു. നടക്കുന്നതിനിടയിലെല്ലാം അവളുടെ കണ്ണുകൾ നിവിയിലായിരുന്നു. അവൾ മെല്ലെയെങ്കിലും നിവിയെ ഒന്ന് നോക്കി. ഇങ്ങനെ ഒരു സാഹചര്യം മനഃപൂർവ്വം ഉണ്ടാക്കിയതാണെന്ന് മനസ്സിലാക്കാൻ അവൾക്ക് അധിക നേരമൊന്നും വേണ്ടി വന്നില്ല. ഒരു നിമിഷം പോലും തന്റെ അടുക്കൽ നിന്നും മാറാതെ നിന്നിരുന്ന അമ്മ ഇന്ന് വീട്ടിൽ പോകണമെന്ന് നിർബന്ധം പറഞ്ഞപ്പോഴേ ഊഹിച്ചിരുന്നു ഇങ്ങനെ എന്തെങ്കിലും നടക്കുമെന്ന്. അല്ലെങ്കിലും മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഇങ്ങനെയൊരു നിമിഷം. ആയതുകൊണ്ട് അവൾക്കതിൽ പരാതിയും തോന്നിയില്ല. അവനൊപ്പം നടന്നു തുടങ്ങുമ്പോൾ രണ്ട് സൈഡിലായിട്ടായിരുന്നു നടപ്പെങ്കിലും ഹോസ്പിറ്റലിന്റെ ഗാർഡൻ ഏരിയയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ലോഞ്ചിൽ എത്തുമ്പോഴേക്കും അവളുടെ വിരലുകൾ അവന്റെ കൈക്കുള്ളിൽ ഭദ്രമായിരുന്നു. ശ്രീകുട്ടി, ഇപ്പോ ഇപ്പൊ നിന്റെ വേദന കുറവുണ്ടോ? തലയിലെ സ്റ്റിച്ചിലൂടെ വിരലോടിച്ചുകൊണ്ടായിരുന്നു ചോദ്യം. അത്രയും നേരത്തെ പോലെ ഇല്ല, പുറത്തു തുടങ്ങിയെന്ന് തോന്നുന്നു. കുഞ്ഞൊരു പുഞ്ചിരിയോടെയാണ് അവള് മറുപടി പറഞ്ഞത്. അത് അവന് നൽകിയ സന്തോഷം ചെറുതൊന്നുമായിരുന്നില്ല. അന്ന് അന്ന് ആ ആക്സിഡന്റ് മനഃപൂർവ്വമായിരുന്നോ? അത് ചോദിക്കുമ്പോൾ അവന്റെ സ്വരം നല്ലോണം വിറച്ചിരുന്നു. കണ്ണുകൾ ഇറുക്കി അടച്ചുള്ള അവന്റെ ചോദ്യത്തിൽ നിന്ന് തന്നെ അവൻ ആഗ്രഹിക്കുന്ന മറുപടി എന്താണെന്ന് അവൾക്കും ഊഹിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ ശ്വാസം നന്നായി ഉള്ളിലേക്കെടുത്ത് പുറത്തുവിട്ടു. പിന്നെ പതിയെ പറഞ്ഞു തുടങ്ങി. ദേഷ്യം പിടിച്ചാണ് വണ്ടി ഓടിച്ചിരുന്നത് എങ്കിലും നിങ്ങളെ ഒന്നും വിട്ടുപോകാൻ പാകത്തിൽ ഞാൻ ഒരിക്കലും നിങ്ങളിൽ നിന്നും അകന്നു പോയിരുന്നില്ലല്ലോ നിവിച്ച. അന്ന് ശരിക്കും ബ്രേക്ക് പോയത് തന്നെയാണ്. വല്ലാത്തൊരു നിശ്വാസം അവനിൽ നിന്ന് ഉയർന്നു. അത് അവന്റെ ഉള്ളിൽ നിറഞ്ഞ ആശ്വാസമായിരുന്നു എന്നും പറയാതെ തന്നെ അവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. നിവിച്ച, നാളുകൾക്ക് ശേഷമാണ് അവളിൽ നിന്നും അങ്ങനെ ഒരു വിളി. അവളിൽ നിന്നും പഴയപുള്ള ആ വിളി ഇത്രയും അടുത്ത് കേട്ടതും അവന്റെ കണ്ണൊന്ന് നിറഞ്ഞു. സന്തോഷം കൊണ്ട് ഹൃദയം പൊട്ടിപ്പോകുന്ന പോലെ തോന്നി അവന്. ഞാൻ ഞാൻ നിന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ ശ്രീമോളെ? കണ്ണു നിറച്ചുകൊണ്ട് അതിന് തലയാട്ടുമ്പോഴേക്കും അവൻ അവളെ വരിഞ്ഞു മുറുക്കി കഴിഞ്ഞിരുന്നു. നിനക്കെന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഞാനും ഒപ്പം വന്നേനെ. നീ ഇല്ലാതെ ഞാൻ തീർന്നു പോകും ശ്രീകുട്ടി. എനിക്ക് എത്ര ഇഷ്ടമെന്നറിയോ നിന്നെ. ഞാൻ നിന്നോട് കള്ളമൊന്നും പറഞ്ഞിട്ടില്ല ശ്രീ. നമ്മുടെ മോനെ ജെസി ആന്റിയുടെ അടുത്താ ഏൽപ്പിച്ചിരുന്നേ. നിനക്ക് ആന്റിയെ ഇഷ്ടമല്ലായിരുന്നല്ലോ, അതുകൊണ്ടാ ഞാൻ പറയാഞ്ഞേ. അന്ന് ഞാൻ കുഞ്ഞുമായി തിരിച്ചു വരാൻ നേരം സതിയമ്മയെ ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ടു. അങ്ങനെ അമ്മയെ അവിടെ കൊണ്ടാക്കാൻ ചെന്നതാ നീ കാണുന്നത്. അല്ലാതെ നിനക്കിഷ്ടമല്ലാത്തൊന്നും ഞാൻ ചെയ്തില്ല ശ്രീകുട്ടി, സത്യം. ഓരോ വാക്കും പറയുമ്പോഴും അവന്റെ പിടി അവളിൽ പിന്നെയും പിന്നെയും മുറുകിക്കൊണ്ടിരുന്നു. അവനെ കേൾക്കുന്ന ഓരോ നിമിഷവും അവളുടെ മനസ്സിലൂടെ ഓടിപ്പാഞ്ഞു പോയത് അമല പറഞ്ഞ വാക്കുകളാണ്. കണ്ണിൽ കാണുന്നതും ചെവിക്ക് കേൾക്കുന്നതും മാത്രമല്ല സത്യം എന്നുള്ളത്. ആ ഇരിപ്പിൽ തന്നെ നിവി ഒരുപാട് കാര്യങ്ങൾ അവളോട് പറഞ്ഞു. അതിൽ കോളേജും ഇസഹാക്കും അന്നത്തെ ഫോട്ടോയും ഒക്കെ കേറി വന്നു. അതിലൊന്നും അവന്റെ തെറ്റില്ലെന്ന് ആണയിട്ട് പറയുമ്പോൾ ശ്രീകുട്ടിക്ക് അവന്റെ മുന്നിൽ സ്വയം ചുരുങ്ങി തീരുന്ന പോലെയാണ് തോന്നിയത്. ഈ ചെയ്തു കൂട്ടിയതൊക്കെ സ്നേഹയാണെന്ന് കൂടി അറിഞ്ഞതോടെ അവൾക്ക് തന്നോട് തന്നെ വെറുപ്പ് തോന്നി. സ്വന്തം എടുത്തുചാട്ടം കൊണ്ടും വാശി കൊണ്ടും താൻ നശിപ്പിച്ചുകൊണ്ടിരുന്നത് തന്റെ മാത്രമല്ല ചുറ്റുമുള്ളവരുടെ കൂടി ജീവിതമാണെന്നോർക്കെ അവൾക്ക് അവളോട് തന്നെ ദേഷ്യം തോന്നിപ്പോയി. ഇതിനു മുന്നേ നിവി സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ പലപ്പോഴും പറഞ്ഞതാണ് സ്നേഹയുടെ കാര്യം. പക്ഷെ നിവിയോടുള്ള വെറുപ്പ് കാരണം അന്ന് അതിനെയൊക്കെ പുച്ഛിച്ചു തള്ളി. പക്ഷെ ഇന്ന് ഈ നിമിഷം മനസ്സിലാവുന്നുണ്ട് ചെയ്തു കൂട്ടിയ തെറ്റുകളുടെ ആഴം. ശ്രീകുട്ടി മുന്നിൽ നിൽക്കുന്നവന്റെ കണ്ണുകളിലേക്ക് നോക്കി. തന്നോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രം മുറിവേറ്റവനാണ്. പല നേരത്തും അവഗണിക്കപ്പെട്ടവനാണ്. പലപ്പോഴും മറ്റുള്ളവരുടെ മുന്നിൽ തനിക്ക് വേണ്ടി നാണം കെട്ടവനാണ്. ശ്രീകുട്ടി അവന്റെ കൈ അകറ്റി ബെഞ്ചിൽ നിന്നും പതിയെ എഴുന്നേറ്റു. പെട്ടെന്നുള്ള അവളുടെ ആ പ്രവൃത്തിയിൽ അവനൊന്ന് ഞെട്ടി. എന്തുപറ്റി? വയ്യേ? ഡോക്ടറിനെ കാണണോ? ബാ. വെപ്രാളപ്പെട്ടവൻ എഴുന്നേറ്റതും ശ്രീകുട്ടി അവന്റെ കയ്യിൽ പിടിച്ച് തനിക്ക് നേരെ നിർത്തി. ഇത്രയൊക്കെ ദ്രോഹം ചെയ്തിട്ടും എന്തിനാ എന്നെ ഇപ്പോഴും ഇങ്ങനെ സ്നേഹിക്കുന്നേ? ഞാൻ കൊള്ളില്ല. നിവിച്ചന് ഒരു വിധത്തിലും ചേർന്നവളല്ല ഞാൻ.
മുഖം പൊത്തി കരഞ്ഞുകൊണ്ട് അവൾ നിലത്തേക്കിരുന്നു. നിവിക്ക് അവളോട് വല്ലാത്ത പാവം തോന്നി. മറ്റുള്ളവർ ഒഴുക്കിയ ചുഴിയിൽപ്പെട്ട് സ്വയം ഒരുപാട് നേറിയവളാണ്. എന്നിട്ടും ഇപ്പോഴും എല്ലാ കുറ്റവും സ്വയം ഏറ്റെടുത്ത് പിന്മാറാനാണ് അവൾ നോക്കുന്നത്. ശരിയാണ്, തെറ്റുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ ഒരിക്കലും അവളെ തള്ളിക്കളയാൻ തനിക്ക് വയ്യ. സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചാൽ അവളോളം നല്ലൊരു അമ്മയും അവളേക്കാൾ നല്ലൊരു പ്രണയിനിയും വേറെ ഉണ്ടാകില്ലെന്ന് അവന് ഉറപ്പായിരുന്നു. ഒരു പുഞ്ചിരിയോടെ നിവി അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് നെഞ്ചോരം ചേർത്ത് പിടിച്ചു. ഈ ജന്മമല്ല, എനിക്കിനി എത്ര ജന്മങ്ങളുണ്ടോ അന്നെല്ലാം എന്റെ പാതിയായി എനിക്ക് നീ മാത്രം മതി ശ്രീകുട്ടി. അത്രയ്ക്കിഷ്ടമാണ് പെണ്ണെ എനിക്ക് നിന്നെ. കൺകോണിൽ വന്നു തുടങ്ങിയ നനവിനെ തുടച്ചു മാറ്റിക്കൊണ്ട് അവളെ അടക്കി പിടിക്കുമ്പോൾ ഇനിയുള്ള ജന്മങ്ങളിലെല്ലാം അവനെ തന്നെ ഇണയായി കിട്ടണമെന്ന് അവള് ഈശ്വരനോട് അത്രയും ആഗ്രഹത്തിൽ പ്രാർത്ഥിച്ചു. ഇപ്പോ സമാധാനം ആയല്ലോ അല്ലേ? നിന്നെ കൊണ്ട് ഞാൻ തോറ്റു ദേവാ. അവരൊക്കെ പറഞ്ഞു തീർത്ത് സോൾവ് ആയിക്കൊള്ളുമെന്ന് പറഞ്ഞിട്ടും കേൾക്കാതെ വിളിച്ചോണ്ട് വന്നിട്ട് ഇപ്പൊ എന്റെ നെഞ്ചത്ത് കബനി നദി ഒഴുക്കുവാ നീ. വീട്ടിലോട്ട് ചെല്ലട്ടെ, നിനക്കുള്ളത് അവിടെ ചെന്നിട്ടേ ഉള്ളൂ. കുഞ്ഞൊരു കുറുമ്പോടെയും അതിലുപരി പ്രണയത്തോടെയും അവളുടെ നെറുകയിലൊന്ന് മുത്തിക്കൊണ്ട് ശ്രീ മിത്തുവിനെ പിന്നെയും അടക്കി പിടിച്ചു. നനുത്ത ചുംബനം അവനിൽ നിന്നും കിട്ടിയതും അവളുടെ ചുണ്ടെന്ന് വിരിഞ്ഞു. എത്ര കരയുമ്പോഴായാലും ഇതിനൊന്നും ഒരു കുറവുമില്ല. വാരിക്കോരി കൊടുക്കുന്നതൊക്കെ ഒരു മടിയുമില്ലാതെ വാങ്ങിച്ചു കൂട്ടുകയും ചെയ്യും. എന്നാ തിരിച്ചൊരെണ്ണം ചോദിച്ചാൽ അപ്പ പെണ്ണിന്റെ ചേലും മാറും. കുഞ്ഞൊരു കുസൃതിയോടെ അത് പറയുമ്പോഴും അവന്റെ കണ്ണിൽ അവളോടുള്ള പ്രണയം നിറഞ്ഞു നിൽക്കുകയായിരുന്നു. എന്റെ ദേവ, മതി പെണ്ണെ. സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഇങ്ങനെ കിടന്ന് കീറുന്നൊരു കുരുപ്പ്. ഇതിനെ ഞാൻ എന്ത് ചെയ്യും ദൈവമേ? തന്റെ നെഞ്ചിൽ കെട്ടിപ്പിടിച്ച് കരയുന്നവളുടെ പുറത്ത് ഒരു കുഞ്ഞു തല്ല് കൊടുത്തുകൊണ്ട് ശ്രീ മിഥുനെയും കൂട്ടി ഹോസ്പിറ്റലിൽ പാർക്ക് ചെയ്തിരുന്ന കാറിന്റെ അടുത്തേക്ക് നടക്കുമ്പോഴും കണ്ണിൽ പരസ്പരം ചേർന്ന് നിൽക്കുന്ന നിവിയും ശ്രീകുട്ടിയുമായിരുന്നു. കാലങ്ങൾ കാത്തുവെച്ച മോഹം തൽക്കം പോലെ ആ സന്തോഷം അവന്റെ മുഖത്തും പ്രകടമായിരുന്നു. ഈ കിടന്നുറങ്ങുന്നവളെ കണ്ടാൽ ആരെങ്കിലും പറയുവോ ദൈവമേ, ഇത്രയും നേരം എന്റെ നെഞ്ചത്ത് കിടന്ന് കരഞ്ഞു കൂവി മിച്ചമുണ്ടായിരുന്ന മനസമാധാനം മൊത്തവും കപ്പല് കയറ്റി കളഞ്ഞവളാണെന്ന്. കാറിന്റെ സൈഡ് ഡോറിൽ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ പറ്റിച്ചേർന്ന് കിടന്നുറങ്ങുന്നവളെ കണ്ട് മൂക്കിൽ കൈവച്ച് കുറച്ചുനേരം ശ്രീ അങ്ങനെ കാറിൽ തന്നെ ഇരുന്നു. ഉറക്കം വന്നാൽ അമ്മയും മോളും കണക്ക. ചെറുതായി വായ തുറന്ന് ഉറങ്ങുന്നവളുടെ ചുണ്ടുകൾ അടുപ്പിച്ചു വെക്കുമ്പോൾ മനസ്സിൽ നിറയെ അവളോടുള്ള സ്നേഹമായിരുന്നു. അവന്റെ കൈയെടുത്തതും പിന്നെയും വായി അതുപോലെ തുറന്നുപോയി. എന്റെ ദേവാ, കാറിന്റെ കാ എന്ന് തികച്ചെഴുതി കാണിക്കണ്ട, അപ്പോഴേക്കും കിടന്നുറങ്ങിക്കളയും പെണ്ണ്. എന്റെ ദൈവമേ, ഇനി എത്ര നേരം വിളിച്ചാലാ ഇതൊന്ന് ഉണർന്നു വരിക? സ്വയം നെറുകയിൽ കൈയടിച്ച് പരാതി പോലെ പറഞ്ഞവൻ. ഉറങ്ങുന്ന മിത്തുവിനെ വിളിച്ചുണർത്തുക എന്നത് വല്ലാതെ പാടുള്ള പരിപാടിയാണ്. അത് ഇത്രയും നാളത്തെ സഹവാസം കൊണ്ട് ശ്രീക്ക് അറിയുകയും ചെയ്യാം. അവൻ കാർപോർച്ചിലേക്ക് വണ്ടി കയറ്റി ഒന്നുകൂടി അവളെ നോക്കി പുറത്തേക്ക് ഇറങ്ങി. വണ്ടി പുറത്തു വന്നത് അറിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ഹാളിലും പുറത്തുമൊക്കെ ലൈറ്റ് വീണിട്ടുണ്ട്. അമ്മയാവും, കിടന്നിട്ട് ഉറക്കം വന്ന് കാണില്ല. പാവം അമ്മ. പുറമേ വലിയ ധൈര്യമൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും ഉള്ളു കലങ്ങിയാ നിൽക്കുന്നതെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷെ എത്രയൊക്കെ സങ്കടം മനസ്സിലുണ്ടെങ്കിലും ആരുടെയും മുമ്പിലും ഒന്നിനു വേണ്ടിയും തലകുനിച്ച് നിന്ന അമ്മയെ താൻ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ടാവും തന്റെ ദേവൂട്ടന്റെ സതിക്കൊച്ച് കൂടെയുള്ളപ്പോഴെല്ലാം മനസ്സിൽ വല്ലാത്തൊരു ധൈര്യം വന്ന് നിറയുന്നത്. അച്ഛന് മുന്നിൽ മാത്രമാവും ഒരുപക്ഷെ അമ്മ തന്റെ വീക്ക് പോയിന്റ്സ് ഒക്കെ അതുപോലെ തുറന്നു കാട്ടിയിട്ടുണ്ടാവുക. അവിടെയാകും സങ്കടമെല്ലാം അതേ തീവ്രതയോടെ പ്രകടിപ്പിച്ച് ആശ്വാസം കണ്ടെത്തി കാണുക. അല്ലാതെ ഒരിക്കലും ഞങ്ങൾക്ക് മുന്നിൽ അമ്മ തളർന്നു നിന്നിട്ടില്ല. ചിലപ്പോൾ തോന്നും അവരെ പോലെ ഈ ലോകത്ത് അവര് മാത്രമേ ഉള്ളൂ എന്ന്. അപ്പോ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത ഭാഗമായിട്ട് നാളെ കാണാം കേട്ടോ. നന്ദി.